നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 4 വീഡിയോകളാണ് ഞാനിന്ന് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ, രണ്ടാമത്തെ വീഡിയോയിൽ ആരാണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലന്മാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന മോഹൻലാലിൻ്റേതടക്കമുള്ള പേരുകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. മൂന്നാമത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സിനിമ മേഖലയിൽ മാത്രമാണോ ഈ ചൂഷണമെല്ലാം ഉള്ളത്, സിനിമക്കാർ സെലിബ്രിറ്റികളായതുകൊണ്ട് ഈ റിപ്പോർട്ട് ഒരു പരിധിവരെ ഞരമ്പൻ റിപ്പോർട്ടാണോ എന്നതിനെക്കുറിച്ചാണ്. നാലാമത്തേത്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒളിച്ചു വയ്ക്കാൻ ആവേശം കാട്ടിയ സർക്കാർ എന്തുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും അത്തരമൊരു നിലപാടെടുത്തില്ല, ഈ റിപ്പോർട്ട് ഇനി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ്. ആദ്യ വാർത്തയിലേക്ക് കടക്കാം. ഇന്നലെ മുതൽ നിങ്ങളിൽ പലരും ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മലയാള സിനിമാ ലോകം എത്ര ഭയാനകമായ വിധത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷൻ ഏതാണ്ട് 1 കോടിയിലധികം രൂപ മുടക്കി റിപ്പോർട്ടുണ്ടാക്കിയിട്ടും 5 വർഷമായിട്ടും ഇത് പുറത്തുവിടാതെ രാഷ്ട്രീയ നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചത് ആരെ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇപ്പോൾ ഇത് പുറത്തു വരുമ്പോഴും സിനിമാ ലോകത്ത് നടക്കുന്ന ഭയാനകമായ പ്രശ്നങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അനുബന്ധമായി ചേർക്കപ്പെട്ടിരിക്കുന്ന 400 പേജുള്ള അനക്ഷർ, അതായത് നടന്മാരുടെയും നടിമാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും ഒക്കെ മൊഴികൾ, വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ളവ അത് പുറത്തു വന്നിട്ടില്ല. പോക്സോ കേസ് വരെ നടത്തുന്ന, ലഹരി ദുരുപയോഗം നടത്തുന്ന, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന വില്ലന്മാരെക്കുറിച്ചുള്ള ഒരു സൂചനയും പുറത്തു വന്നിട്ടില്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ പുറത്തു വന്നതിൽ അധികം അകത്തിരിപ്പുണ്ട്. എന്നാൽ പുറത്തു വന്നത് തന്നെ ഭയപ്പെടുത്തുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ചർച്ചയാകുന്നത് പോലെ തന്നെ സിനിമാ ലോകത്ത് സ്ത്രീകൾ വെറും ചരക്കുകളാണെന്നും അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് ഇല്ലാതെ സിനിമ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ട് ശരിവയ്ക്കുന്നു. കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള പേര് പരമ്പരാഗതമായി ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ഉണ്ട്. ആ കാസ്റ്റിംഗ് കൗച്ച് എന്ന വിവാദം അത് കേരളത്തിലും നടക്കുന്നു. അവസരത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ച. നിങ്ങൾക്ക് അവസരം കിട്ടണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം. എന്ത് വിട്ടുവീഴ്ചയാണ്? ശരീരത്തെ ചൂഷണം ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വഴങ്ങിക്കൊടുക്കണം. നമ്മളിതിനെ രണ്ടായി വേണം കരുതാൻ. ഒരു പുരുഷനും സ്ത്രീയും ഇഷ്ടത്തോടുകൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കുന്നത് പോലെയല്ല. ഒരു സ്ത്രീ അവർക്ക് അവസരം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവർ തുടരുന്നതിന് വേണ്ടി അവർക്ക് അത് ചെയ്യേണ്ടി വരുന്നത്. ആദ്യത്തേതും രണ്ടാമത്തേതും വ്യത്യസ്തമാണ്. ആദ്യത്തേത് സിനിമ മേഖലയിൽ എന്നല്ല, എല്ലാ മേഖലയിലും നടക്കുന്നു. അതതിൻ്റെ വഴിക്ക് പോവട്ടെ. എന്നാൽ സിനിമ മേഖലയിൽ അവസരം കിട്ടണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകേണ്ടി വരുന്നു. വിധേയരാകാത്തവർ എത്ര പ്രതിഭയുള്ളവരാണെങ്കിലും പുറത്താകുന്നു എന്ന വളരെ നിരാശാജനകമായ, എന്നാൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഭയപ്പെടുത്തുന്നത് നടിമാർക്ക് ഒരിടത്തും സുരക്ഷയില്ല. അവരെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യുന്നത് സിനിമാ സെറ്റിലെ ഒരു ഡ്രൈവർ ആയിരിക്കും. അവർക്ക് പിന്നീട് വിശ്രമിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് സിനിമാ സെറ്റിലെ കൺട്രോളർമാരായിരിക്കും. ഇവരൊക്കെ തന്നെ ചൂഷകരായി മാറുന്ന സാഹചര്യം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ വഴിമധ്യേയും ഷൂട്ടിംഗ് സൈറ്റിലും താമസ സ്ഥലത്തുമൊക്കെ നടിമാർ ചൂഷണം ചെയ്യപ്പെടുന്നു. ഒരു നടി വ്യക്തമായി പറയുന്നു, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് താമസം, വെട്ടമില്ല, വെളിച്ചമില്ല, ആകെ ഒരു ആശയക്കുഴപ്പം. ഇടയ്ക്ക് നോക്കുമ്പോൾ കട്ടിലിനടിയിൽ കാരവാന്റെ ഡ്രൈവർ കിടക്കുന്നുവെന്ന്. അതായത് ഡ്രൈവർമാർക്ക് പോലും നടിമാരുടെ മുറിയിൽ കയറാവുന്ന തരത്തിലുള്ള സാഹചര്യം. വളരെ ഡിമാൻഡുള്ള നടിമാരൊഴികെ മിക്കവർക്കും പറയുന്ന പ്രതിഫലം കിട്ടാറില്ല. പ്രതിഫലം ചോദിച്ചാൽ പ്രശ്നക്കാരിയാവും, അവസരങ്ങൾ നിഷേധിക്കപ്പെടും. സിനിമയിൽ ഒരു 15-20 പുരുഷന്മാർ വരുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അത്രേ. ആ പവർ ഗ്രൂപ്പിൽ സെലിബ്രിറ്റി നായകന്മാരും സെലിബ്രിറ്റി സംവിധായകരുമാണുള്ളത്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർക്ക് വിടുപണി ചെയ്യാൻ, അവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്താൻ പൾസർ സിനിമ മേഖലയിൽ ഏറെയുണ്ട്. അവരെക്കുറിച്ച് പരാതിപ്പെട്ടാൽ പിന്നെ തീർന്നു. ഒരു നടൻ സെലിബ്രിറ്റി ആണെങ്കിൽ, അയാൾക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ,
അയാൾ കുട്ടികളെ പീഡിപ്പിച്ചാൽ പോലും നടപടി ഉണ്ടാവില്ല. കാരണം അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കൂ. അയാളെ ഒഴിവാക്കിക്കൊണ്ട് സിനിമ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അയാളുടെ താല്പര്യത്തിന് വഴങ്ങാൻ നടിമാർ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അയാൾക്കെതിരെ പറയുന്ന പരാതികൾ വിലപ്പോവില്ല. സംവിധായകർ മാത്രമല്ല, വനിതകളായ സിനിമക്കാർ ഉൾപ്പെടെയുള്ളവർ ആ മാഫിയയുടെ ഭാഗമാണ്. സിനിമ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ആ പവർ ഗ്രൂപ്പിനോട് ഇടഞ്ഞാൽ എത്ര പ്രതിഭയുള്ള നടിക്കും സാങ്കേതിക വിദഗ്ധർക്കും പിന്നെ രക്ഷയില്ല. ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇവരെ ചൂഷണം ചെയ്യുന്നത് സിനിമാ മേഖലയിലെ പ്രശസ്തരല്ല, നടീ നടന്മാരോ സംവിധായകരോ നിർമ്മാതാക്കളോ അല്ല. നേരെ മറിച്ച് സിനിമാ മേഖലയിൽ ആ ഒരു 150-200 പേര് വരുന്ന ആ ഒരു സിനിമാ കുടുംബത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളാണ്. അവരാണ് ചൂഷണം ചെയ്യുന്നത്. അവരുടെ അടുത്ത് മാത്രമേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പ്രവേശനമുള്ളൂ. അവരുമായി മാത്രമേ ഇടപെടാൻ കഴിയൂ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരോഗ്യ പ്രശ്നം മൂലം കസേരയിൽ ഇരുന്നതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ചൂഷണത്തിന് ഇരയാകുന്നു. സിനിമ മേഖലയിലെ ഏറ്റവും വലിയ ചൂഷണം അങ്ങനെയാണ്. അവർ രാവിലെ മുതൽ പാതിരാത്രി വരെ ഷൂട്ട് ചെയ്താലും പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പില്ല. എന്ന് മാത്രമല്ല, ഇവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുക്കുന്നില്ല. പല നടിമാരും ടോയ്ലറ്റിൽ പോകാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് വെള്ളം പോലും കുടിക്കാറില്ല. അത്ര ദയനീയമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ എന്ന് പറയുന്നു. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ പലരും ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നത് അവർക്ക് സിനിമയിൽ അവസരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളായി എത്തുന്നവർ നാളത്തെ നായികമാരാവാൻ സ്വപ്നം കാണുന്നവരാണ്. അവർ ചൂഷണം ചെയ്യപ്പെടുന്നത് പോലെ മറ്റാരും ചൂഷണത്തിന് ഇരയാകുന്നില്ല എന്ന് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. പല നടിമാരും താമസ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ കഥകിൽ മുട്ടുന്ന പല വില്ലന്മാരുമുണ്ടത്രേ. കഥകിലേക്ക് മുട്ടുന്നത് വെറുതെ മുട്ടി സമ്മതം ചോദിക്കുന്നതല്ല, കഥക് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് പോലെ മുട്ടുന്നവരുണ്ടെന്നും ആ മുട്ടുന്നവർ കഥക് തുറന്നു കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം പരസ്യമായി അധിക്ഷേപിക്കുമെന്നും പറയുന്നു. ഒരു രാത്രി പീഡിപ്പിച്ച നടനൊപ്പം പിറ്റേ ദിവസം ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന ഹതഭാഗ്യയായ ഒരു നടി തൻ്റെ ജീവിത കഥ പറയുന്നുണ്ട്. രാത്രിയിലെ ഭീകരമായ ഓർമ്മകൾ അവരെ അഭിനയത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. 17 തവണ റീടേക്ക് എടുക്കേണ്ടി വന്നു എന്നാണ് ആ നടിയുടെ മൊഴി. മദ്യവും ലഹരിയും സിനിമാ ലോകത്തിൻ്റെ ഭാഗമാണത്രേ. മദ്യപിച്ചിട്ട് വരുന്നവരാണ് മിക്ക നടന്മാരും. അവർ അശ്ലീലം പറയുകയും മ്ലേച്ഛതയോടെ സംസാരിക്കുകയും ആത്മാഭിമാനം തകർത്തെറിയുന്ന വിധത്തിൽ നോക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ മ്ലേച്ഛതയ്ക്ക് നിശബ്ദം നിന്നുകൊടുക്കേണ്ടി വരുന്നു. പലരും ലഹരിക്കടിമകളാണ്. ഇവർ കാട്ടുന്ന അതിക്രമങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം ഇവരുടെ ലഹരിയാണ്. എന്നാൽ ഇതിനെ പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ നടിമാരില്ല. ആരെങ്കിലും ചോദിച്ചാൽ അവരുടെ കരിയർ തീർന്നു, അവർ അഹങ്കാരിയായി, അവർ കുഴപ്പക്കാരിയായി. അവരെക്കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞു പരത്താൻ സിനിമ മേഖലയിൽ തന്നെ സൈബർ ഗുണ്ടാ സംഘവും റെഡി. ഒരു നടിയുടെ ഭയാനകമായ ദുരന്താനുഭവം പുറത്തു വന്നിട്ടുണ്ട്. അല്പം ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു കരാറിലൊപ്പെട്ടത്. 3 മാസത്തോളം ഷൂട്ടിംഗ് നടത്തി. ലിപ് ലോക്ക് ഉണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഭാഗവും ഷൂട്ട് ചെയ്തു. എന്നാൽ അത് ലിപ് ലോക്ക് ആയിരുന്നില്ല, കടിച്ചു പറയായിരുന്നു എന്ന നടി അറിയുന്നു. പിറ്റേ ദിവസത്തെ ഷൂട്ടിംഗ് ബാത്ത് ടബിൽ നഗ്നയായി കിടന്നാണ് എന്നറിഞ്ഞതോടെ നടി ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നും സ്ഥലം വിടുന്നു. 3 മാസം ചെയ്ത വർക്കിന്റെ പ്രതിഫലം പോലും കൈപ്പറ്റാതെ. എന്നാൽ ലിപ് ലോക്ക് രംഗങ്ങളും പിൻഭാഗത്തെ ഷൂട്ടിങ്ങും ഒക്കെ തൻ്റെ കയ്യിലുണ്ടെന്നും വഴങ്ങിയില്ലെങ്കിൽ, താൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അതൊക്കെ പുറത്തുവിടുമെന്നുമായിരുന്നു സിനിമാ ടീമിന്റെ ഭീഷണി. ഇത്തരത്തിൽ ഭയാനകമായ ഒരുപാട് കഥകൾ അടങ്ങിയതാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് 5 വർഷം പുറത്തുവിടാതെ സർക്കാർ കാത്തത് വാസ്തവത്തിൽ സർക്കാരിന് പ്രിയപ്പെട്ട ചിലരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അബ്ദുൽ ഹക്കീം എന്ന വിവരാവകാശ കമ്മീഷണറെ നമ്മൾ അംഗീകരിച്ച മതിയാവൂ. പൊതുഖജനാവിലെ പണം മുടക്കി ഇങ്ങനെയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഒരു നടപടിയുമില്ലാതെ ചിമ്മിനിയിൽ അടച്ചു കെട്ടി വയ്ക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് പുറത്തുവിട്ട വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീമിന് നന്ദി. പക്ഷേ സർക്കാർ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യാനുള്ള കരുത്ത് ഈ സർക്കാരിനില്ല. സിനിമ മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും ഇങ്ങനെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന നഗ്ന സത്യം തിരിച്ചറിഞ്ഞ് അത് തടയാനുള്ള സംവിധാനം ചെയ്യാതെ ഒളിഞ്ഞിരുന്നും മറച്ചുവെച്ചും എത്ര കാലം ഇങ്ങനെ ഒരു ഭരണകൂടത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും?